വാർത്തകൾ തുടരുന്നു. സൂഫി വര്യനായിരുന്ന കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 15ാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. بسم الله الرحمن الرحيم الأسرار والترياق الأغيار افتاح باب اليسار سيدنا محمد المسلم إلى أرواح جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين إلى أرواح أصحابه البدريين والنبيين والخندقيين والهديبيين والهنينيين في هذه المقبرة الشريفة المعظمة المباركة اللهم زد له. ചളിങ്ങാട് മഹൽ ഖത്തീബ് അബൂബക്കർ സൈദി പതാക ഉയർത്തി. മഖാം സിയാറത്തും ഉണ്ടായി. വൈകിട്ട് നടന്ന പ്രഭാഷണ ചടങ്ങിൽ PA അബൂബക്കർ അധ്യക്ഷനായി. SYS തൃശൂർ ജില്ലാ പ്രസിഡന്റ് PK ബാവദാരിമി, KSIK തങ്ങൾ, ലത്തീഫ് സഖാഫി എന്നിവരും പ്രസംഗിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസ് മുബാറക്കിന് ഞായറാഴ്ച സമാപനമാകും. ശനിയാഴ്ച ബുർദ മജ്ലിസും ഞായറാഴ്ച മഖാം സിയാറത്തും രാവിലെ 11-ന് അന്നദാനവും ഉണ്ടാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം വാർഡുതലത്തിൽ രൂപീകരിച്ച വാടാനപ്പള്ളി നാളികേര ഉൽപാദക ഫെഡറേഷന് ഞായറാഴ്ച തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് തൃത്തല്ലൂർ ശ്രീശൈലം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ PC ചാക്കോ MP ഉദ്ഘാടനം നിർവഹിക്കും. PA മാധവൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് CI സെബാസ്റ്റ്യൻ ഫണ്ട് സമാഹരണത്തിന് തുടക്കം കുറിക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന കർഷക സെമിനാർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും. കൃഷി വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ജോസ് വർഗീസ് പദ്ധതി വിശദീകരണം നടത്തും. നാളികേരവും ഉൽപാദനവും വിപണനവും എന്ന വിഷയത്തിൽ നാളികേര വികസന ബോർഡ് ടെക്നിക്കൽ ഓഫീസർ ശശികുമാർ ക്ലാസ് എടുക്കും. ഭാരവാഹികളായ KM ഗോപാലൻ, PA ഉമ്മർ, CM ശിവപ്രസാദ്, ഗിരീഷ് മാത്തുക്കാട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തളിക്കുളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം നടത്തി. പഞ്ചായത്ത് പരിധിയിലുള്ള സ്കൂളുകളിൽ നിന്ന് SSLC, +2 തലങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് സമ്മാനിച്ചത്. ഇരിങ്ങാലക്കുട DYSP T ബിജു ഭാസ്കർ അവാർഡുകൾ വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ വിനോദൻ, സെക്രട്ടറി PB സുഭാഷ്, സാമി പട്ടരുപുരയ്ക്കൽ, പ്രമീള സുദർശനൻ എന്നിവർ സംസാരിച്ചു. ലഭിച്ച കുട്ടികളെ കാണാൻ സൗകര്യം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അതിലുപരിയായിട്ട് ഈ കുട്ടികൾ ഈ A+ എൻ്റെ മകൾക്ക് 9th എത്തിയ CBSE തൃശ്ശൂർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമുക്കറിയാം അവരുടെ മാതാപിതാക്കൾക്കുള്ള അതിലുള്ള സന്തോഷം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് A+ ലഭിച്ചതിന്. അതേപോലെ തന്നെ അവരെ പഠിപ്പിച്ച അധ്യാപകർക്ക്, അതേപോലെ ഈ നാടിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റിനും ഈ ഇത്രയും പേർക്ക് കൂടെ കിട്ടിയ അവർക്കും അതിയായ സന്തോഷമുണ്ടാവും. അപ്പോ SNDP യോഗം നാട്ടിക യൂണിയൻ മെറിറ്റ് ഡേ ശനിയാഴ്ച നടക്കും. തൃപ്രയാർ സെഞ്ചുറി പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് അധ്യക്ഷനാകും. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജിൻ നടുമുറി ഓട്ടോറിക്ഷകളുടെ വിതരണം നടത്തും. ധനലക്ഷ്മി ബാങ്ക് മാനേജർ മൈക്രോ ഫിനാൻസ് ഫണ്ട് കൈമാറും. സ്വർണവിലയിൽ വൻ ഇടിവ്. പവന് 480 രൂപ കുറഞ്ഞ് 19,200 രൂപയിൽ എത്തി. ഗ്രാമിന് 60 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാമിന് 2,400 രൂപയാണ് ഇന്നത്തെ വില. 2011 ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് സ്വർണവില ഇത്രയും താഴുന്നത്. രാജ്യാന്തര വിപണിയിൽ സ്വർണവില കുത്തനെ ഇടിയുകയാണ്. രാജ്യാന്തര വിപണിയിലെ വിലക്കുറവും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം താഴ്ന്നതുമാണ് വിപണിയെ സ്വാധീനിക്കുന്നത്. ഈ മാസം 20,200 രൂപ നിരക്കിൽ ആരംഭിച്ച സ്വർണവില ഇടയ്ക്ക് 20,920 വരെ എത്തിയിരുന്നു. എന്നാൽ പിന്നീട് കുറയുകയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ അംഗത്വത്തിൽ നിന്നും രാജിവെച്ചതായി INTUC കയ്പമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറിയും KPCC ന്യൂനപക്ഷ സെൽ സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ PMA കരീം പത്രക്കുറിപ്പിൽ അറിയിച്ചു. ചരമവാർത്തകൾ. കൂളിമുട്ടം എമ്മാട് മതിലകത്ത് വീട്ടിൽ ബാവുഞ്ഞി ഭാര്യ തിത്തോമ നിര്യാതയായി. 61 വയസ്സായിരുന്നു. ഷമീർ, ജുബേരിയ, സാജിദ എന്നിവർ മക്കളും ജസ്ന, റാഫി, ഷിഹാബ് എന്നിവർ മരുമക്കളുമാണ്. പുന്നക്കമസാർ ചുള്ളിപ്പറമ്പിൽ പരേതനായ കുഞ്ഞമ്മു ഭാര്യ ഉമ്മത്തി നിര്യാതയായി. പാത്തുഞ്ഞി, ഹൈദ്രോസ്, ജമീല, നബീസ എന്നിവർ മക്കളും അബ്ദുൽ ഖാദർ, ഐഷ, പരേതനായ മുഹമ്മദ്, ഇബ്രാഹിം എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഷ്യൻ സെൻട്രൽ സോൺ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ സീനിയർ വനിതാ വോളിബോൾ ടീമിന് തൃപ്രയാറിൽ സ്വീകരണം നൽകി. കൊടുങ്ങല്ലൂരിൽ വീണ്ടും ഒളിക്യാമറ ശല്യം. സംഘത്തിലെ ഒരാളെ പോലീസ് പിടികൂടി. സൂഫി വര്യൻ
നടന്ന കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 15ാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.